എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ റെസിപ്പി ഒരു രസമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത തക്കാളിനെ എടുക്കുക. ഒരു 10-12 വെള്ളുള്ളി നന്നാക്കിയത്, പിന്നെ ഒരു കൈപ്പിടി മല്ലിയില, ഒരു ചെറുനാരങ്ങ, 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നന്നപോലെ കട്ട് ചെയ്തത്, 1 സ്പൂൺ മല്ലി, ഒരു 1/2 സ്പൂൺ ജീരകം, 3/4 സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ളത് ആ വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട്. അപ്പോൾ നമ്മൾ രസത്തിന് പുളി അധികം വേണ്ട, നമ്മൾ തക്കാളിയുടെ പുളിയൊക്കെ ഉണ്ടാവും. ഇനി അതിലേക്ക് വേണ്ടത് നമ്മളൊരു പരിപ്പിൻ്റെ വെള്ളമാണ്. അതിനായിട്ട് ഞാൻ ഒരു 2 സ്പൂൺ പരിപ്പ് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് കൊണ്ടൊന്ന് വെന്ത് കിട്ടും. അതിൻ്റെ വെള്ളം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ആ വെള്ളുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ആ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് മല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോഴൊന്നും നമ്മുടെ വീട്ടിൽ അമ്മിയൊന്നും ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ചതച്ചെടുത്താൽ പോരാ, ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2-2.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി വരുന്ന സമയത്ത് 1/2 സ്പൂൺ ഉലുവ, ഒരു 2-3 വറ്റൽമുളക്, അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മസാലകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം. അപ്പോൾ ഈ മസാലകൾ ആ എണ്ണയിലൊന്ന് ശരിക്കും ഒന്ന് വഴന്ന് വരുമ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, നല്ലൊരു മണമായിരിക്കും. ഇങ്ങനെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കല്ലുപ്പ് തന്നെയാണ്, ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ മസാല അടിപ്പിടിക്കാതിരിക്കാനൊക്കെ പറ്റും. പിന്നെ ബാക്കിയുള്ള ഉപ്പ് നമ്മൾ രസത്തിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ മസാലയൊക്കെ വഴന്ന് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഈ സമയത്ത് നമ്മൾക്കൊരു 1/4 സ്പൂണ് മുളക് പൊടി ഞാനൊരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ ആ 2 തക്കാളി ഇതുപോലെ പൊടിയായി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതാ തക്കാളി ഇവിടെ ഒരുവിധം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇനി അതിലേക്ക് ഞാൻ ആ വാളൻപുളി പിഴിഞ്ഞ വെള്ളം, ആ എടുത്ത വെള്ളം ഉണ്ടാവും, ഒരു 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആ പരിപ്പ് വേവിച്ച് അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പരിപ്പ് വേവിച്ച വെള്ളം കൂടി ചേർത്ത് തന്നെ ഉണ്ടാക്കണം, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആ പരിപ്പ് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിനി അത് കറിക്കോ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇനി നമ്മൾ ആ ചേർത്ത മസാലയ്ക്ക് കണക്കാക്കിയിട്ടുള്ള വെള്ളമാണ് ഇനിയിപ്പോൾ നമ്മൾ ആ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെടുത്ത മസാലയും വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായി വന്നില്ലെങ്കിൽ നമ്മൾക്ക് ആ രസം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പാത്രം ഒരു 3/4 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള മസാല ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിൽ കണ്ടാൽ അറിയാം, നല്ല അടിപൊളിയായിട്ട് ഇതാ രസം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കണം. ഈ സമയം ഞാൻ പോരാത്ത ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് നമ്മളതൊന്ന് അടച്ച് വെക്കണം. അതായത് ഒരു 2-3 മിനിറ്റ് അടച്ച് വയ്ക്കുക. അധികം തിള വരരുത്. തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് അതൊന്ന് തുറന്ന് നോക്കണം. ഇതിപ്പോൾ തിള വന്നിട്ടേ ഉള്ളൂ. ഈ സമയത്ത് ഞാൻ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ രസത്തിൻ്റെ കറക്റ്റ് നല്ല മണമൊക്കെ നമ്മൾക്ക് അവിടെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ രസം അതാ തിളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രസം അധികം തിളച്ച് പോകേണ്ട, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടെ പറയുന്നത്. രസം ഒന്നതാ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ആ കൈപ്പിടി മല്ലിയില നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാലോ. മല്ലിയില ഇട്ടതിന് ശേഷം ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച ചെറുനാരങ്ങയുടെ പകുതി മാത്രം
പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് രസം വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറി ഒരു പ്രത്യേക രുചിയായിരിക്കും. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും നമ്മളത് എടുക്കാവൂ. 10 മിനിറ്റ് കഴിഞ്ഞു. ഒരു വിധമൊക്കെ ഒന്ന് ചൂട് സെറ്റായിട്ട് രസമൊക്കെ കൃത്യമായിട്ട് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഉപ്പൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു കറക്റ്റായിട്ട് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി രസം ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. രസം വയ്ക്കാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാം. പിന്നെ ഒരു പയർ മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ട്. ഉഷാറായില്ലേ? അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.